ഗൈസ്, നമ്മൾ ആറാട്ടണ്ണനെ തിയേറ്ററിൽ നിന്ന് പുറത്താക്കി. എന്താണ് കാരണം? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എടുക്കാൻ പാടില്ല. ഈ തിയേറ്റർ എങ്ങനെ ഫേമസ് ആയതാ? പിന്നെ തിയേറ്ററിൽ തുടങ്ങിയതാരാണ്? കേരളത്തിലാണ്. ഇന്ന് ആറാട്ടനെ വേണ്ട. ആ പ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. ആരാ പറഞ്ഞേ? ആ ഓണർ. അവന്റെ തിയേറ്റർ ഫേമസ് ആയത് എങ്ങനെയാ? ഇവിടെ തിയേറ്ററിൽ തുടങ്ങിയ ആരാണ്? എന്തൊക്കെ സംഭവം നടന്നില്ല? പിന്നെ ആറാട്ടനെ ആർക്കും വേണ്ട. ആറാട്ടൻ പ്രാന്തനാണ്. പ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. അവന്റെ തിയേറ്റർ എങ്ങനെ ഫേമസ് ആയതാ? പ്രാന്തന്മാരുടെ റിവ്യൂ ഞാൻ പ്രാന്തനായിപ്പാ. പ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുതാ. നന്ദി ഇട്ടോ ലാറി, നന്ദി ഇട്ടോ ഞങ്ങൾക്കാ. ഞാൻ ഭ്രാന്തനായിപ്പാ. ഒരു കാലം എന്റെ ഭ്രാന്തനാ. എനിക്ക് കേക്ക് കൊടുക്കടാ. എനിക്കത് കേക്ക് കണ്ടിട്ടിരിക്കാം. ആര് വരാൻ പോണു? ഭ്രാന്തന്മാരുടെ വീഡിയോ എടുക്കരുതോ? ഞാൻ ഭ്രാന്തനാ. എനിക്ക് വേണേ മാനസിക കേസ് കൊടുക്കാം. മാനസിക കേസ് കൊടുക്കാം. എന്നെ ഭ്രാന്തനെ വിളിച്ചേക്കാം. കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുതോ? ഞാൻ ഇങ്ങോട്ടേക്കില്ലേ? ഇനി വന്ന തിയേറ്ററിലേക്കില്ല. ഇവന്റെ തേർഡ് തിയേറ്ററിലേക്ക് ആർക്ക് വരണം? ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുത്. ഇവിടെ തിയേറ്ററിൽ തുടങ്ങിയ ആളെയാണ് കേരളത്തിലാണ്. ഓൺലൈൻ മീഡിയ പൊങ്ങിയത് എന്നിലൂടെയാണ്. ഈ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്നിലൂടെയാണ്. എന്നിട്ട് ഇപ്പൊ എന്നെ വേണ്ട. ഞാൻ ഭ്രാന്തനായി. കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കേണ്ടതാണ്. ഞാൻ വരില്ലേ? നീ ഇങ്ങോട്ടില്ല. ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരാളെ ഇങ്ങനെ പ്രാന്തെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ അദ്ദേഹം ഈ തിയേറ്ററിലോട്ട് വരുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിൽ അദ്ദേഹമല്ലേ ആ തിയേറ്ററിനെ ഉയർത്തി കൊണ്ടുവന്നത്. നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. ഇനി നമ്മൾ ആരെ റിവ്യൂ കേൾക്കും? പറ. ഇത്രമാത്രം നല്ലൊരു റിവ്യൂ പറയുന്ന ഒരു വ്യക്തി ഇനി കേരളത്തിലുണ്ടോ? ഇങ്ങനെ ഒരാളെയും പിണക്കി വിടാൻ പാടില്ല കേട്ടോ. അതും പ്രാന്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണക്കി വിടാൻ പറ്റുമോ? നിങ്ങളിതൊക്കെ ഒന്ന് ആലോചിക്കണം.